വിദേശ സംഭാവന ചട്ടം 2011 ഭേദഗതി ചെയ്തുകൊണ്ട് ഇക്കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നു. ഇതിൽ വലിയ അത്ഭുതമില്ല. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഇത് സംബന്ധിച്ച വലിയ വിവാദങ്ങൾ ഇവിടെ വരികയും പള്ളിയിൽ പോയി കേക്ക് കൊടുക്കുകയും അല്ലെങ്കിൽ മാതാവിന് കിരീടം കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടും കേരളത്തിലെ ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളിൽ തങ്ങൾക്ക് വേരോട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് BJP തിരിച്ചറിഞ്ഞു. അവസാനം ഷോൺ ജോർജും PC ജോർജും വരെ ഞെട്ടിത്തെറിച്ച് വല്ലാത്ത പ്രതിരോധം തീർത്തു. എന്താണ് FCRA? ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്. അതായത് വിദേശ സംഭാവനകൾ ഇവിടുത്തെ ഒരു സന്നദ്ധ സംഘടനകൾക്ക്, മതസംഘടനകൾക്ക്, സാമൂഹ്യ സംഘടനകൾക്ക് നൽകുമ്പോൾ ചില നിയന്ത്രണ ചട്ടങ്ങളുണ്ട്. അതെല്ലാ കാലത്തും അത്തരം ചട്ടങ്ങളുണ്ട്. കാരണം വിദേശ പണം ഇവിടെ വന്ന് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല. അതുകൊണ്ട് തന്നെ FCRA വാങ്ങിക്കുന്ന സംഘടനകളുടെ അക്കൗണ്ടുകൾ വളരെ സൂക്ഷ്മമായി പരിശോധിക്കപ്പെടും. കാരണം അവരെന്തിനാണ് പ്രവർത്തിക്കുന്നത്, അവർ രാജ്യദ്രോഹങ്ങൾക്ക് പോകുന്നുണ്ടോ? പക്ഷേ ഇപ്പോൾ വന്നിട്ടുള്ളത് രാജ്യദ്രോഹമൊന്നുമല്ല, മതപരിവർത്തനത്തിന് ഈ ഫണ്ട് ഉപയോഗിക്കരുത് എന്നാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. വിദേശ ഫണ്ട് കൊണ്ടുവന്ന് ഇവിടത്തെ ഒരു വിഭാഗത്തെ, ഹിന്ദു എന്നിവർ വിളിക്കുന്ന ഒരു വിഭാഗത്തെ, ആദിവാസികൾ, ദളിതർ, പിന്നോക്കക്കാർ എന്ന വിഭാഗത്തെ പണം കൊടുത്ത് കൺവെർട്ട് ചെയ്യുന്നു, മതപരിവർത്തനം നടത്തുന്നു എന്ന ആരോപണം കുറെ കാലമായി BJP ഉന്നയിക്കുന്നുണ്ട്. കേരളം പോലൊരു സ്ഥലത്ത് അങ്ങനെയൊന്നും നടക്കുന്നില്ല. അത് മാത്രമല്ല, ഇല്ലാത്ത മതപരിവർത്തനത്തിന്റെ പേരിൽ വലിയ തോതിൽ പല കേസുകൾ എടുത്തിട്ടുണ്ട്. നമുക്കറിയാം, കന്യാസ്ത്രീമാരെ തടഞ്ഞു വെച്ചതും, കന്യാസ്ത്രീമാർ 2 മണിപ്പൂരി പെൺകുട്ടികളുമായി പോയപ്പോൾ തടഞ്ഞു വെച്ചതും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. മതപരിവർത്തനം എന്നത് വേണമെങ്കിൽ നമുക്ക് നിർബന്ധിത മതപരിവർത്തനമോ അല്ലെങ്കിൽ പ്രലോഭിച്ചുള്ള മതപരിവർത്തനമോ തെറ്റാണെന്നൊക്കെ പറയാം. പക്ഷെ അതിന്റെ പേരിൽ ഇവിടെയുള്ള FCRA നിയന്ത്രണങ്ങൾ മുഴുവൻ കൊണ്ടുവരുന്നതിന്റെ പിന്നിൽ വേറെ കുറെ അധികം താല്പര്യങ്ങളുണ്ട്. FCRA വരുന്നത് മതസംഘടനകൾക്ക് മാത്രമല്ല. മുമ്പ് വന്നിട്ടുള്ള പരിസ്ഥിതി സംരക്ഷണത്തിന് ഒരുപാട് FCRA വരാറുണ്ട്. ആരും വരാറില്ല, ഇപ്പൊ ഒന്നും കൊടുക്കാറില്ല. ഇപ്പൊ പറയുന്നത് ബോധവൽക്കരണം, സാംസ്കാരിക പരിപാടി, അങ്ങനെയൊക്കെയുള്ള പരിപാടികൾക്ക് മാത്രമേ, മേഖലകളിൽ മാത്രമേ കുറെ കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. അതിന് മാത്രമേ ഫണ്ട് വാങ്ങാവൂ, അതിന് മാത്രം ഫണ്ട് വാങ്ങാവൂ, ബാക്കി ഏതെങ്കിലും കാര്യത്തിന് ഫണ്ട് വാങ്ങാൻ പാടില്ല. പിന്നെ ഇങ്ങനെ ഫണ്ട് വാങ്ങുന്ന സംഘടനകളുടെ എല്ലാ നിയന്ത്രണങ്ങളും, അതായത് ഉദാഹരണത്തിന് അവരുടെ സാമൂഹ്യ മാധ്യമങ്ങൾ, അവരുടെ മറ്റ് പങ്കെടുത്ത പരിപാടികൾ, അവരുടെ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ അവതരിപ്പിച്ച പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ, ഇതൊക്കെ കണക്കൊക്കെ കൊടുക്കണം. കാരണം ഈ ഫണ്ട് വാങ്ങുന്ന സംഘടനയിലെ അംഗങ്ങൾ പുസ്തകം എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കണക്ക് വരെ ഇവർക്ക് കൊടുക്കണം. അത് വേറൊരു തരത്തിൽ നിയന്ത്രണമാണ്. നിങ്ങൾ സർക്കാരിനെതിരായി പറയുന്നുണ്ടോ? ഇനി ഒരു വിദേശി ഇതിലേതെങ്കിലും ഒരു സംഘടനയുടെ പ്രധാന സ്ഥാനത്ത് വരുന്നുണ്ടെങ്കിൽ ഇന്ത്യക്കാരന് അങ്ങനെ ഫണ്ട് കൊടുക്കാൻ പാടില്ല. ഫണ്ട് കൊടുക്കുന്നുവെങ്കിൽ അതിന് കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക അനുമതി വേണം. എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ നിയന്ത്രണത്തിന് വിധേയമായി മാത്രമേ കൊടുക്കാൻ പറ്റൂ. അവരെന്തിനു കൊടുക്കുന്നു എന്നുള്ളതല്ല, അതുപോട്ടെ. അപ്പൊ തീർച്ചയായിട്ടും ജീവകാരുണ്യപരമായ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ ഫണ്ട് കൊടുക്കാറുണ്ട്, FCRA ഫണ്ട് വരാറുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊന്നും നടത്താൻ പാടില്ല. ഇപ്പോ ആദിവാസികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ തീരുമാനിച്ചാൽ ഉടനെ പറയാം ആദിവാസികളെ മതപരിവർത്തനം ചെയ്യാനാണ്, അതുകൊണ്ട് ആ ഫണ്ട് തരാൻ പറ്റില്ല എന്ന് പറയാം. കൃത്യമായിട്ട് പറയാം, ഇങ്ങനെ ഫണ്ട് തരാൻ പറ്റില്ല. പിന്നെ ഫണ്ട് ഭരണ ചെലവുകൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അത് പണ്ടുണ്ട്, അങ്ങനെ ചില നിയമങ്ങളുണ്ട്. ഭരണ ചെലവുകൾക്ക് നിങ്ങൾക്ക് ഫണ്ടിന്റെ ഇത്ര ശതമാനം അല്ലെങ്കിൽ 1 ലക്ഷം രൂപയ്ക്കുള്ളിൽ ഉപയോഗിക്കാൻ പാടില്ല, ഉപയോഗിച്ചാൽ അത് ആ പൈസ ഫൈനായിട്ട് തിരിച്ചടയ്ക്കും എന്ന് പറയുന്ന സംഗതിയുണ്ട്. അപ്പൊ തദ്ദേശരുടെ വിശ്വാസങ്ങൾ, അത്തരം കാര്യങ്ങൾ മാറ്റുന്ന തരത്തിൽ ഫണ്ട് ഉപയോഗിക്കാൻ പാടില്ല. ഇതൊക്കെ ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വിദ്യാഭ്യാസം, സാമൂഹ്യം, അതുപോലെ മേഖലകൾ ഒക്കെ ചെയ്യാം. പക്ഷെ അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ നിയന്ത്രണം അവിടെയുണ്ട്. ഇവർക്ക് രജിസ്ട്രേഷൻ അപേക്ഷിക്കുമ്പോൾ ഈ NGOകൾക്ക് ഏത് സംസ്ഥാനത്ത്, ഏത് കേന്ദ്രഭരണ പ്രദേശത്ത് പ്രവർത്തിക്കും എന്ന് പറയാനുള്ള ബാധ്യതയുണ്ട്. അത് നമുക്ക് പറയാൻ പറ്റില്ല. ഏതെങ്കിലും രേഖാമൂലം സർക്കാരിന് എല്ലാ വിവരങ്ങളും, ഇവരുടെ പ്രവർത്തനങ്ങളുടെ മുഴുവൻ വിവരങ്ങളും സർക്കാരിന് നൽകണം. അതൊക്കെ ആയിക്കോട്ടെ. അപ്പൊ അത് മാത്രമല്ല, ഏതെങ്കിലും കാരണവശാൽ ഇവരുടെ പ്രവർത്തനം
ഈ മുൻകൂർ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിൽ അവരുടെ ആസ്തികൾ മുഴുവൻ ഏറ്റെടുക്കാൻ സർക്കാരിന് അധികാരമുണ്ട്. ഇവിടെയാണ് പ്രശ്നം. ഏതെങ്കിലും ഒരു FCR ഇടപാടിൽ ഏതെങ്കിലും ഒരാൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനം ഒരുപക്ഷെ ഒരു മതസ്ഥാപനമാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവാം, അവരിത് മുഴുവൻ ഏറ്റെടുക്കാൻ അവകാശമുണ്ട്. ഞാൻ പറയുന്നത്, ഈ കഴിഞ്ഞ ദിവസം കർണാടകയിൽ വലിയൊരു പ്രശ്നമുണ്ട്. എന്താ അത്? കർണാടകയിലെ ആഭ്യന്തരമന്ത്രി മല്ലികാർജുൻ ഖാർഗെയുടെ മകൻ പ്രിയങ്ക് ഖാർഗെ ഒരു ചോദ്യം RSSനോട് ചോദിച്ചു. നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഉണ്ടോ? നിങ്ങൾക്ക് അക്കൗണ്ടിങ് ഉണ്ടോ? ഓഡിറ്റിംഗ് ഉണ്ടോ? നിങ്ങൾക്ക് സംഭാവന കിട്ടുന്നുണ്ടോ? നിങ്ങൾ നികുതി അടയ്ക്കുന്നുണ്ടോ? ഇന്ത്യയിൽ 100 വർഷത്തിലേറെയായി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. സത്യത്തിൽ ഞങ്ങൾക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് ഇന്ത്യയിൽ ഒരുപാട് പരിവാര സംഘടനകൾ എന്ന് പറയില്ലേ, അത്രയധികം സംഘടനകളെ നിയന്ത്രിക്കുന്ന BJP മാത്രമല്ല, മറ്റ് നിരവധി സംഘടനകൾ, ആദിവാസി മേഖലയിൽ, അതുപോലെ ഹനുമാൻ സേന, അതുപോലെ ബജറംഗ് ദൾ, വിശ്വ ഹിന്ദു പരിഷത്ത്, ഇത്രയും സംഘടനകൾ, പല സംഘടനകൾ പ്രവർത്തിക്കുന്ന അതിനെ നിയന്ത്രിക്കുന്ന ഒരു സംഘടനയാണ് RSSന് രജിസ്ട്രേഷൻ ഇല്ല എന്നത് ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. ഇത്രയും FCRA ഫണ്ടിനെ കുറിച്ചൊക്കെ നിയന്ത്രണം വരുമ്പോൾ RSSന് ഫണ്ട് വരുന്നുണ്ടോ എന്ന് ആർക്കറിയാം? RSSന്റെ ഏതെങ്കിലും സംഘടനകൾക്ക് ഫണ്ട് വരുന്നുണ്ട്, അത് കൃത്യമാണ്, വരുന്നുണ്ട്. അപ്പൊ എവിടെ ഓഡിറ്റിംഗ് ഉണ്ട്? രജിസ്ട്രേഷൻ പോലും ഇല്ലാത്തൊരു സംഘടന, ഓഡിറ്റിംഗ് ഇല്ലാത്തൊരു സംഘടന, അവരുടെ ആളുകളാണെങ്കിൽ അത് ചെയ്യാം എന്നല്ലേ പറഞ്ഞതിനർത്ഥം? അങ്ങനെ ചെയ്യാമോ? ഇപ്പൊ രാജ്യദ്രോഹ പ്രവർത്തനം RSSകാർ ചെയ്യില്ല എന്ന് നമുക്ക് എഴുതി കൊടുക്കാനും പറ്റില്ലല്ലോ. അങ്ങനെ ആർക്കാ പറയാൻ പറ്റുക? ആർക്കും ചെയ്യാലോ. നിയമത്തിന് മുമ്പിൽ RSSകാരാണ്, അതുകൊണ്ട് ഞങ്ങളൊന്നും ചെയ്യില്ല, ബാക്കിയുള്ളവരാണ് ചെയ്യുക എന്ന് പറയുന്നത് നിയമത്തിന്റെ ലംഘനമാണ്. കാരണം നിയമത്തിന് മുമ്പിൽ എല്ലാവരും ഒരുപോലെയാണ്. ഞാൻ ഏത് സംഘടനയിൽ പ്രവർത്തിച്ചാലും ഞാൻ പാലിക്കേണ്ട നിയമം ഒരുപോലെയാണ്. അപ്പൊ ഇതുകൊണ്ട് ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഞാൻ തോന്നുന്നത്, വിശ്വാസാധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം എന്നൊരു വാക്ക് വരുന്നുണ്ട്. ഏത് വിശ്വാസം? ഏത് ദൈവത്തിലും വിശ്വസിക്കാതിരിക്കാനുള്ള അവകാശം ഈ രാജ്യത്തില്ലേ? ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾക്ക് മാത്രമായി പ്രത്യേകമായ അവകാശം ഭരണഘടന മൗലികാവകാശങ്ങളിൽ കൊടുക്കുന്നില്ലേ? അതൊക്കെ ലംഘിക്കുന്ന ഒരു നടപടിയാണിത്, ഒരു ചട്ടഭേദഗതിയാണിത്. തീർച്ചയായും ഇത് ബാധിക്കാൻ പോകുന്നത് ക്രിസ്തീയ സഭകളെ മാത്രമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. മറ്റു പല സംഘടനകൾക്കും, ഇപ്പോൾ ക്രിസ്തീയ അല്ലാത്തതും സാംസ്കാരിക സംഘടനകൾക്കും പരിസ്ഥിതി സാമൂഹിക സംഘടനകൾക്കും ഒക്കെ തന്നെ ഇത് വരാം. അങ്ങനെ വന്നാൽ സിവിൽ സമൂഹത്തിന്റെ പ്രവർത്തനത്തിൽ എവിടെയൊക്കെ മൂക്കയറിടാം എന്നാലോചിക്കുന്ന ഒരു നടപടിയാണിത്. ഇത് ഭരണഘടനയ്ക്കെതിരാണ് എന്നാണ് ഞാൻ കരുതുന്നത്. മാത്രമല്ല, ഡിസ്ക്രിഷണറി പവർ, ഈ മതത്തിന്റെ വിശ്വാസമാവാം, ഈ മതത്തിന്റെ വിശ്വാസം പാടില്ല. ഇപ്പൊ ഘർവാപ്പസി എന്ന് പറഞ്ഞ് നമ്മളിവിടെ ഒരു ഇടപാട് നടത്തിയിരുന്നു. ഘർവാപ്പസി നിയമവിരുദ്ധല്ലേ? ഇപ്പൊ ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആളെ വേറെ മതത്തിലേക്ക് കൊണ്ടുപോകാ എന്നുള്ളത് മതപരിവർത്തനല്ലേ? അതുകൊണ്ട് ഞങ്ങൾ പണ്ടാ മതത്തിലായിരുന്നു ഇങ്ങനെ പറയും. മാത്രമല്ല, ഇപ്പൊ ഈ ദളിതനും ആദിവാസിയും ഒക്കെ എങ്ങനെയാണ് ഹിന്ദു ആവുന്നത് എന്ന വളരെ പഴയ ചോദ്യമുണ്ട്. ഏറ്റവും ഒടുവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രിയങ്ക് ഖാർഗെയുടെ ചോദ്യത്തിന് RSS നേതാവ് പറഞ്ഞ മറുപടി നിങ്ങൾ കേട്ടില്ലേ? ദളിതർക്ക് എന്താ RSSൽ കാര്യം? അതന്നെയാ ചോദ്യം. അപ്പൊ ദളിതർക്ക് RSSലോ ഹിന്ദുയിസത്തിലോ കാര്യമില്ലെങ്കിൽ അവരെ നിങ്ങൾക്ക് കൺവെർട്ട് ചെയ്തെന്ന് ഇങ്ങനെ പറയാൻ പറ്റും? അപ്പൊ ചുരുക്കത്തിൽ ഇത് വളരെ കൃത്യമായ ലക്ഷ്യങ്ങളോടെ ഇറക്കിയിട്ടുള്ള ഒരു ഉത്തരവാണ്. ഈ ഉത്തരവ് വളരെ അപകടകരമാണ്. കേന്ദ്ര സർക്കാരിന്റെ ഒരുപാട് വിവേചനാധികാരങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഇങ്ങനൊരു ഉത്തരവ് നിലനിൽക്കാൻ പാടില്ല. എല്ലാവരും നിയമത്തിന് മുമ്പിൽ സമത്വമുള്ളവരാണ് എന്ന ഭരണഘടനയുടെ ഏറ്റവും പ്രധാന ആർട്ടിക്കിൾ 14 എന്ന മൗലികാവകാശത്തിന്റെ ലംഘനമാണ് ഈ ഭേദഗതി എന്നാണ് ഞാൻ കരുതുന്നത്.